ഹലോ കിലോട്ടല്ലേ, അപ്പം നമ്മളൊരു യാത്ര പോകണ്ട പോയിട്ട് വരാം. ഓക്കെ ബൈ. എന്ത് വേണം? പോയാ എന്ത് വേണം? ഓക്കെ അപ്പം അത്ര ഉള്ളിടല്ലേ ഞാൻ മുത്തി യാത്ര പറഞ്ഞ നേരെ ഇറങ്ങാൻ. എവിടേക്ക് വെച്ചില്ല, ഒന്നുമില്ല, മൈൻഡ് ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ഞാൻ ഊട്ടി പോകുന്നതുകൊണ്ട് പ്ലാൻ ഇട്ടായിരുന്നു. ഇപ്പോൾ മൈൻഡ് ഓക്കെ ആണല്ലോ, ഹാപ്പിയാണ്. ബട്ട് അന്ന് വെച്ചാൽ നമ്മൾ പോകണം എന്ന് വിചാരിച്ച കാര്യം നമ്മൾ എന്തായാലും ചെയ്യണം. അല്ല, പോകണം എന്തെങ്കിലും വിചാരിച്ച കാര്യം ചെയ്യണം. സോ നമ്മൾ നമ്മുടെ ഏട്ടൻ്റെ ബുള്ളറ്റ് എടുത്തു. നമ്മുടെ ഏട്ടൻ ആർമി അടിക്കട്ടെ. അപ്പോൾ വണ്ടി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ എടുത്തോന്ന് പറഞ്ഞു. സോ നേരെ ഇനിയിപ്പോൾ എന്താ പറയുക, നേരെ പോവുക. നമ്മുടെ സെക്കൻഡ് വരുന്നത് വെച്ചാൽ നമ്മുടെ സാൻ പ്ലോയിൻസ് വെയിറ്റില്ല. അപ്പോൾ ഞാനും അവനും കൂടെ പോകുന്നത് ഊട്ടിയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഊട്ടി എത്തി, അല്ലെങ്കിൽ അതിന് മുമ്പ് ചായ കുടിച്ച് തിരിച്ചു വരില്ല. ജസ്റ്റ് ഒരു റൈഡ്, അത്ര ഉദ്ദേശിക്കുന്നത്. ഒരു വണ്ടി കൊണ്ട് പോയി ഒന്ന് റിലാക്സ് ആവാമെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ. സോ പോകണില്ല. അപ്പോൾ നേരെ സാൻ്റെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ സ്റ്റുഡിയോ എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജർ എടുക്കാൻ വേണ്ടി വന്നതാണ്. പവർ ബാങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ആയിരുന്നു. സോ നമ്മളെടുത്തു. നേരെ പോവാം. ദൈവം ഇവിടെ ഉണ്ട്. ഇവിടെ വെറുതെ സ്റ്റുഡിയോയിൽ എന്തൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെ സാൻ്റെ അവിടെ കിട്ടാം. സാൻ്റെ വീട്ടിൽ പോകണം, അവന് വീട്ടിൽ പോകണം. ഇല്ലാടികളെ അങ്ങനെ നമ്മൾ സാൻ ബ്ലോയ്സിൻ്റെ വീട്ടിൽ ചെക്കൻ എന്നെ കണ്ട് റെഡി ചെയ്യുന്നതാണ്. ഇല്ലടല്ലേ ഇപ്പം എന്താ വ്ളോഗ് എന്തോ കണ്ട് പോയിരിക്കുകയാണ്. ബാഗും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇപ്പം വലിയ ബാഗ് എടുത്തിരിക്കട്ടോ സാൻ ബ്ലോയിൻസ്. പിന്നെ പോണ്ടേ ചെക്കൻ്റെ വ്ളോഗ്. പിന്നെ ഇല്ലാണ്ട് സാൻ ബ്ലോയിൻസ് 17 Pro എടുത്തു, അത് നമ്മൾ പറയാൻ മറന്നു. സോ ഇതിലെന്താ സംഭവം, ചോറൊക്കെ ആക്കിയാ ചോറൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ സാൻ ബ്ലോയ്സിന് എടുത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇറങ്ങാം. ഇല്ലാടികളെ അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഫുൾ പ്രൊട്ടക്ഷൻ ഒക്കെ ആയിട്ട് സേഫ്റ്റി ഒക്കെ ആയിട്ട് സാൻ എന്താ വെച്ചാൽ സാൻ്റെ ഫോൺ മറന്നു. ഇല്ലാണ്ട് നമ്മൾ ഏകദേശം ഇവിടെ എന്താ സ്ഥലത്ത് ഒരു കഞ്ചിക്കോടത്ത് അറിയില്ല. എന്നിട്ട് ഇവിടെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ഇവനൊരു മോറും സെറ്റിയില്ലേ ഇല്ലാടല്ലേ. ശരി പോയിട്ട് വൈകിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി നേരെ ഫോൺ എടുക്കുന്നു, തിരിച്ച് എവിടെയും പോയി ചായ നിർത്തുമ്പോൾ എടുക്കാം. ഓക്കെ ഇല്ലാടല്ലേ നമ്മൾ ഫോൺ എടുത്ത് പോവല്ലേ. ശരിയാ മാച്ച പോയിട്ട് അപ്പോൾ നേരെ ഇനി പോവാം. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു എവിടെ നിർത്തിയത് MDS ഫ്രഷ് ആൻഡ് ജ്യൂസ് ചായ കുടിക്കുക. നേരെ പോയിട്ട് ഭയങ്കര പെയിൻ വരുന്നത്. പക്ഷേ ഇവിടെ ഈ ബുള്ളറ്റ് നമ്മൾ ബുള്ളറ്റ് ആണ് ഏതെങ്കിലും വണ്ടി വിളിച്ച് കിട്ടി നമുക്ക് ഇവിടെ പെയിൻ വരും. ആ ഒരു പെയിൻ ഉണ്ട്. പോകുമ്പോൾ തന്നെ സാൻ ബ്രോ ഡ്രൈവ് ചെയ്യും അല്ലേ. അപ്പോൾ നേരെ ചായ കുടിക്കാൻ പോയില്ലേ. അപ്പോൾ നമുക്കുള്ള ചായ വന്നു, സാൻ ബ്രോയ്ക്കുള്ള കോഫിയും വന്നു. പിന്നെ അങ്ങനെ ഞാനൊരു നോർമൽ കേക്ക് പറഞ്ഞില്ല, ഒരു പ്ലെയിൻ കേക്ക് പറഞ്ഞു. പിന്നെ ഇത് വന്നു വെച്ചാൽ കോക്കനട്ട് ബിസ്ക്കറ്റ്. അതെ നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ. ചോക്ലേറ്റ് ഇടല്ല എന്തായാലും ഇത് കഴിച്ചു കൊള്ളാമില്ല. ഇവിടെ നമ്മൾ പപ്സ് കഴിച്ചാൽ എന്താ പ്രശ്നം അറിയാം, ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കും. സോ കഴിച്ചു നമ്മുടെ വണ്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തി. അപ്പോൾ ചെയിൻ ലൂബ് അടിക്കണമെന്ന് വെച്ചപ്പോൾ ബ്രോ ചെയിൻ ലൂബ് അടിക്കണം. സോ നമ്മൾ ഇവിടെ നിർത്തി. ഇനി നേരെ ഊട്ടിയിലോട്ട് അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി KFC നിർത്തി. നമ്മുടെ ഊട്ടി പോണ വഴി മേട്ടുപാളയത്തിൻ്റെ അവിടെ നിന്ന് KFC നിർത്തിയിട്ടാണ്. അത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലുക്ക് കണ്ട തന്നെ പരിപ്പ് കളിക്കുക അവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നില്ല, വേറെ വഴിയില്ല. സോ കഴിക്കുക. നമ്മളപ്പോൾ വണ്ടി കിലർ ബ്രേക്ക് ടൈറ്റ് ചെയ്തു. ലൂബ് അടിക്കടി വെച്ചപ്പോൾ മച്ചാൻ പറഞ്ഞു ലൂബ് വരുമ്പോൾ അടിച്ചാൽ മതി പറഞ്ഞു. സോ ഇതിനെ KFC വിളിക്കുക. സാൻ ഇവിടെ കിടന്നിരിക്കും. സാൻ കേട്ടല്ലോ. അപ്പോൾ നമ്മൾ KFCയിൽ കയറിയിരുന്നു. ഇപ്പോൾ ഓർഡർ ചെയ്യുക, സെക്കൻഡ് ഓർഡർ ചെയ്യാൻ നമ്മുടെ മൊബൈൽ ചാർജിൽ ഇടല്ലേ. ഇതിലും ചാർജില്ല ഏകദേശം. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അവിടെ കിലോറിൽ സെൽഫായിട്ട് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പീസ് വേണോ അതോ 8 പീസ് വേണോ എന്നുള്ളത് ഓർഡർ ചെയ്തിരിക്കുകയാണ്. നമ്മളത് ശരി KFC നമ്മളത് കഴിക്കില്ല. ഫ്രൈഡ് ചിക്കൻ വെച്ചാൽ നമ്മൾ നോർമലി ഒരു 1 കഴിക്കുക. അല്ലാതെ കൂടുതലായിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ കുറേ സംഭവങ്ങൾ പെട്ടതാണ്. അത് വെച്ചാൽ ഞങ്ങൾ പിള്ളേർക്ക് ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ KFC ഞങ്ങളൊരു 8-3 ബോക്സ് ഓർഡർ ചെയ്തു. അതിൽ തന്നെ വരണത്തിൽ എത്ര മൊത്തം 18 പീസ് സംതിങ് ഓർഡർ ചെയ്തിട്ട് 5-6 പേരുണ്ടായിരുന്നു. കഴിക്കാൻ പറ്റിയില്ല. സോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആവശ്യമുള്ള ഓർഡർ ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നെ ഓർഡർ. ഓക്കെ കില്ലാടികളെ. അപ്പോൾ നമ്മൾ KFCയിൽ കഴിച്ചു. എത്ര നേരം കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെച്ച് ചാർജിങ് അതൊക്കെ ചെയ്തു. അപ്പോൾ ഇറങ്ങിയാണ് ഇവിടെ സംബന്ധിച്ച സാനുണ്ട്. അവനൊന്നും വയ്യ. KFC കില്ലർ അവർ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് വ്ളോഗ് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. പക്ഷേ അവർ വിചാരിച്ചാൽ അതിൻ്റെ ഒന്ന് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ. സോ ഞങ്ങൾക്ക് അത് ആവശ്യമില്ല. സോ ഇനി നേരെ ഊട്ടിലോട്ട് നമ്മളെന്താ വെച്ചാൽ അവിടെ റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നേരെ ഇനി വലിയൊരാണ് ഇല്ലത്. എന്തായാലും വീഡിയോസ് ഇപ്പോൾ ചാർജ് ചെയ്ത് ഇനി എല്ലാ വീഡിയോസും പറയും. ഓക്കെ ബൈ. ചേട്ടല്ല ഇങ്ങനെ ഫൈനലി നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തുന്നത് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. സാൻ അവിടെ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഊട്ടിയിൽ നമ്മുടെ ഒരു കട്ട ചെങ്കി സപ്പോർട്ട്. ബ്രോ എൻ്റെ പേര് അപ്പു. എവിടെ വീട്? അപ്പോൾ മലപ്പുറം. ഓക്കെ കണ്ടു ഇവിടെയല്ല. തീർച്ചയായും ഹാപ്പി മൊമെന്റ്സ്. ചായ കഴിച്ച് നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ പൊങ്കൽ കഴിക്കണം. അപ്പോൾ ചായ കിട്ടി. അപ്പോൾ ചായ കുടിക്കാം. സത്യം പറഞ്ഞു ഒരുപാട് തണുപ്പ് ടോമേഷൻ ഫുള്ളായ കില്ലാടികളെ. അപ്പോൾ നമ്മുടെ പുതിയ ഫ്രണ്ട്സാണ്. ഹായ് சொல்லுங்க. ப்ரொஃபசர்ஸ் டீச்சர்ஸ் ஹாய் சொல்லுங்க. இது வந்து ஸ்வாதி, அது வந்து ரம்யா. ஓகே ஓகே காமிச்சு ஹாய் பண்ணுங்க. അപ്പോൾ നമ്മളോട് ഊട്ടിയിലെ ന്യൂ ഫ്രണ്ട്സ്. അപ്പോൾ ബാക്കി തിരിച്ച് വരാം.
കില്ലാടികളെ അങ്ങനെ നമ്മൾ റൂം എത്തി എന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ സാൻഡിൻ്റെ ഫ്രണ്ട് ഉണ്ട് കിടന്നത്. ആ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴി കണക്ട് ചെയ്ത് നമ്മുടെ റൂം എടുത്തു. ഏകദേശം ഒരു 1200 ആയി. റൂമിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. നമ്മളതിൻ്റെ ബാൽക്കണി എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാൽക്കണി വ്യൂ കാണിച്ചു തരാം. നമ്മളിത് ബ്രോ എന്താ സ്ഥലത്ത് വരുന്നത്? കാന്തൽ. അപ്പോൾ ഈ ബ്രോ ആണ് ബ്രോ. അതെ, ഇവിടെ വീഡിയോ ഇപ്പോൾ ബ്രോൻ്റെ പലശനാണ്. ഓക്കെ ഇല്ലാടല്ല. അപ്പോൾ നമുക്ക് ബാക്കി വിശ്വാസങ്ങൾ കാണാം. പലശന കില്ലാടികളെ അങ്ങനെ നമ്മുടെ സോറി ബ്രോ റൂം എത്തിയിട്ടാ. റൂമിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. ഇതാ ഇതാണ് റൂം. ഒരു മിനിറ്റ് നിങ്ങൾക്ക് വൈഡ് റേഞ്ച് ഇട്ട് കാണിച്ചു തരാം. അതാ ആ സംഭവം വൈഡ് റേഞ്ച് കാണല്ലോ. ഒരു മിനിറ്റ്. ഇതാണ് റൂം കേട്ടോ. അതാ സാനതാ ഇവിടെ TV ഉണ്ട്, പിന്നെ വൈഫൈ ഉണ്ട്. നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി കാണിച്ചാൽ അത് നമുക്ക് ബാത്റൂം ആണെങ്കിൽ ഇടല്ലേ. വെയിറ്റ് ബാത്റൂം ലൈറ്റ് വിട്ടാ. ഇതാ ബാത്റൂം ഉണ്ട്. വിശാല സുന്ദരമായ ബാത്റൂമിലേക്ക് ആൾക്കാർ കയറിയിട്ട് കാലങ്ങളായി തോന്നുന്നുണ്ടാ. ഇവിടെയൊക്കെ ഫുള്ള് കൂട്ടിങ്ങനൊക്കെ. എന്താ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. എന്താ ഞാൻ അപ്പോൾ നേരെ നമ്മൾ ബാത്റൂം ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിഷ്വൽ. നമുക്ക് നേരെ ടെറസ് മൊട്ടമാടി. ഓ നാമ തമിഴിൽ പേசுறோம். ஓகே இல்லாட்டல இங்க வந்துட்டு ஒரு மொட்டை மாடி இருக்குதா பாருங்க. நான் அப்பவே சொன்னேன் உங்ககிட்ட ஊட்டினா அப்படியே சும்மா அதிர்றோன்னு. இதே இங்கெல்லாம் புதுசாக ஒரு ரிசோர்ட் வேற போகுது. நம்ம ஜித்துன்னு சொன்னால் அந்த ஹர்ஷம் ப்ரோ இல்லை, நமக்கு ரூம் ரெடி பண்ண ப்ரோ அவனோட ரிசோர்ட் அங்கேயும் இருக்குது. அப்போ இங்கே வந்துட்டு பொங்கல். ஸோ இங்கே திருவிழாலாம் நடக்க போகுதுன்னு யாரும் சொன்னா. പിന്നെ എന്താ കാന്തല്ലൂർ അതാ ഏതോ ഒരു പേര് ഇല്ലാട്ട് അங்கே பார்த்தா உங்களுக்கெல்லாம் தெரியும். அப்படியே காப்பித்தோட்டம், പിന്നെ അതെന്താ പൈൻ ഫോറസ്റ്റ്, அப்படியெல்லாம் சூம் அவுட் பண்ண போதும் 1xல போட்டால் இல்லாட்டெல்லாம் அங்கெல்லாம் சாங் எல்லாம் போகுது. அப்போ மார்னிங் ஒரு நல்ல ஒரு விஷயம் இருக்குன்னு பிரதீட்சிக்கிறேன், எக்ஸ்பெக்ட் பண்ணுறேன். ஸோ மார்னிங் பார்க்கலாம். அதுக்கு முன்னாடி ஏதாச்சும் நடந்தால் நான் உங்ககிட்ட சொல்கிறேன். அப்போ நான் வந்து கொஞ்சம் ரெஸ்ட் பண்ணுறேன். ஏன்னா இங்கே ஃபுல்லு தണുപ്പ്, கொஞ்சம் ரெஸ்ட் பண்ணணும். இனி நைட்டு ஃபுட்டு കഴിக்க போகிறோம். ஏன்னா சிட்டி பேலஸ்னு ஒரு ஹோட்டல் இருக்குது, அங்கே போகலாம். இனிமேல் ஃபுல் தமிழில் தான் நம்ம കഴിയുന്ന வரைக்கும். அப்போ இனி TV போடணும். ஓகே அப்போ டேய் என்னது என்ன சந்தோஷம். ഓക്കെ കില്ലാടികളെ അപ്പോൾ നാമ ഇനി பார்க்க போகிறது சாப்பிடும் போது. ഓക്കെ സോ നമ്മളെന്താ ഫുഡ് കഴിക്കാൻ പോണത്. സാൻ താഴെയുണ്ട്. അതെ അപ്പോൾ കില്ലാടിലെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഇവിടെ എന്താ വെച്ചാൽ സിറ്റി പാലസ് നമ്മൾ ഹോട്ടലുണ്ട്. സോ നമ്മളൊരു 8:30 ആകുമ്പോൾ ഒരു 8:30 വരെ இருக்குது அந்த ஹோட்டல். ஸோ அதான் സോറി. അപ്പോൾ നമ്മൾ 8:30 ആകുമ്പോഴേക്കും അങ്ങ് പോകണം ഹോട്ടൽ. ക്ലാസ് വിട്ടി இல்ல வந்துக்கலாம். அப்போ 8:30 ஆகும்போது நாம அங்கே போகணும், എന്നിട്ട് சாப்பிடணும். என்ன சாப்பாடுலாம் அங்கே இருக்குன்னு தெரியாது. ஸோ நம்ம அங்கே போகலாம். இங்கே கிளாடில் உங்களுக்கு பார்த்து தெரியும் தான் இப்படி இந்த எல்லாம் இங்கே எல்லாம் കോട്ടേജസാக இருக்கும். ഓക്കെ റെഡി എവിടെ കുഴപ്പമില്ല ഇല്ലാട്ടില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഫുഡ് കഴിക്കാണ്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ജിത്തു ബ്രോ അവിടെ ഉണ്ട്, കാണുന്ന പറയില്ല, സ്റ്റാനുണ്ട്. എനിക്കില്ലാതെ നമ്മുടെ പുതിയ ബ്രോ എന്താ വെച്ചാൽ കണ്ണൂർ ബ്രോ പേര് പറയൂ. വിഷ്ണു. അതിൽ എന്താ വെച്ചാൽ നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഇല്ലാതെ കണ്ണൂരാണ് പുള്ളിക്കാരുടെ വീട്. നമ്മുടെ ഡൈ ഹാർഡ് ഫാനാണ്. എന്താ വെച്ചാൽ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാർ ഒരു 6 കിലോമീറ്റർ അപ്പുറത്ത് ആളുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ അവിടെ നമ്മളെ കാണാൻ വന്നിക്കാൻ ഇല്ലാതെ. താങ്ക് യു സോ മച്ച്. എനിവേ ഹായ് പറയൂ. അതിൽ എന്നാലും ഞങ്ങൾ സംസാരിച്ച് വരാം. ഇവിടെ നമുക്ക് ഫുഡ് വന്നിട്ട് നമ്മൾ ചപ്പാത്തി ചിക്കൻ കറി ഓർഡർ ചെയ്തു. നമ്മുടെ ബ്രോസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ബ്രദറിൻ്റെ അനിയനാണ് ആ ബ്രദർ. ബ്രോ പേരെന്താണ്? ഒരു ഹായ് കാണിക്കൂ. ഹായ് പറയൂ. ഹായ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്ത് ബ്രോ ആണ്. പിന്നെ ഇവിടുത്തെ റിസോർട്ടിൻ്റെ മാനേജർ കൂടിയാണ്. എനിവേ താങ്ക് യു. അപ്പോൾ നമുക്ക് കഴിക്കലാണല്ലേ കില്ലാടിൽ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ പുതിയൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി മെസ്സേജ് ചെയ്താവാണ് പിടികിട്ടാ പുള്ളി വേണ്ടത് പരിചയപ്പെടുത്തരാമോ. പിന്നെ നമ്മുടെ മച്ചന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എന്തോ ഹൽവ തരാ പറഞ്ഞു. എൻ്റെ ബ്ലോഗാണ്. ഹായ് പറയും. അതെ അതെ. ഇതെന്ത് സംഭവം എന്ത് വരികയാണ്? അതല്ല കഴിച്ചു നോക്കിയിട്ട് നമ്മൾ പറയുന്നതാണ്. കില്ലാടിൽ അപ്പോൾ ഹൽവ വന്നു. അമ്പോ ഇതെന്താ മറ്റേ എന്തോ വെട്ടിയിട്ട് പോലെ ഉണ്ടല്ലോ. അത് ചെറിയ പീസ് എടുക്ക്. അത് മതി. ഓക്കെ കില്ലാടിലെ നമ്മൾ ചെറിയ പീസ് എടുത്തിട്ട് സോ നമുക്ക് കഴിച്ചു നോക്കാം. കൊള്ളാം. നമുക്ക് ഈ പ്രായം തന്നത് അതെ എങ്ങനെയുണ്ട് സാധനം? അതെ പറഞ്ഞു ഹൽവ സെറ്റ് ആയിട്ട് നമ്മൾ നമ്മളോട് വില കുറഞ്ഞ കഴിക്കും. പക്ഷെ ഇത് കുറച്ച് ഫ്രഷ് ആണില്ല. അതുകൊണ്ടാണ് നമ്മൾ പഴയ പറഞ്ഞാൽ സമയം കൂടുന്തോറും സാധനം കുറച്ച് ഹാർഡാവും. ബട്ട് കുറച്ച് കുഴപ്പമില്ല. കില്ലാടില്ല അങ്ങനെ കഴിച്ച് നമ്മൾ റൂം എത്തിയിട്ടാ. സത്യം പറയാലോ ആ കഴപ്പങ്ങ് മാർക്കറ്റ് പറയില്ലേ, അതാണ് സംഭവം. എന്താ വെച്ചാൽ ഊക്കം തണുപ്പില്ലല്ലോ. ഒടുക്കം തണുപ്പ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ സ്വപ്നത്തിലുള്ള ഊട്ടി ഇങ്ങനെ അല്ല. പട്ടുപോയി വേറെ വഴി. ഇപ്പം നൈറ്റ് സ്റ്റേ അടിക്കുക നാളെ കാലത്ത് തന്നെ ഇറങ്ങാട്ടില്ലല്ലോ. അമ്മായി തണുപ്പ് സത്യം പറയല്ലോ.
കാര്യമില്ല. അപ്പോൾ എന്തായാലും ഉറങ്ങട്ടെ. അപ്പോൾ സാൻബ്രോ അവിടെ എന്തോ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോളിലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നാളെ രാവിലെ എണീറ്റിട്ട് വരാം. ഇനിയിപ്പോൾ ഉറങ്ങാം, വേറെ വഴിയില്ല. നല്ല തണുപ്പ്, ബ്ലാങ്കറ്റ് ഞങ്ങൾക്ക് ഉണ്ടല്ലോ, പക്ഷെ എന്നാലും ചെറിയ തണുപ്പ് ഞങ്ങൾക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെ കാണാം. ബൈ. ഇല്ലാടികളെ ഗുഡ് മോർണിംഗ്. അങ്ങനെ എണീറ്റു. സത്യം പറഞ്ഞില്ല, ഒട്ടുക്കത്തെ തണുപ്പിട്ടു, ഒട്ടുക്കത്തെ തണുപ്പ് ഉറങ്ങി. അങ്ങനെ ഫുൾ ഉറക്കമില്ല. 7:30 എണീറ്റത്. പിന്നെ അങ്ങനെ മൊബൈൽ നോക്കിയിരുന്നു. ഏകദേശം 8:30 ഇനി ഞങ്ങൾക്ക് ചായ പിടിച്ച് ഇറങ്ങാനുള്ള പ്ലാനിലാണ്. സോ ചായ പിടിച്ച് ഇറങ്ങാനില്ല, അല്ല വേറെ വഴിയില്ല. എന്ന് വെച്ചാൽ ഫുള്ള് ഇപ്പോൾ വെയിലൊക്കെ വന്നില്ല, ഈ വെയിലിൽ തന്നെ ഇറങ്ങണം, വേറെ വഴിയില്ല. സാൻബ്രോ അവിടെ എണീറ്റ് അതാ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. സാൻബ്രോ ഒരു സത്യം പറഞ്ഞില്ല, നല്ല ലൈറ്റ് ഞാൻ പറഞ്ഞില്ല, പൊട്ടിക്കൊത്തു ജനലൊക്കെ നോക്കില്ല, ഫ്രീസ് ആയതാ അമ്മാതിരി അവസ്ഥ. സത്യം പറഞ്ഞാൽ മോനെ വീട്ടിൽ ഈ സമയത്ത് വരരുത്തിട്ടാ കാര്യമായിട്ട് പറയാണ്ടില്ല. സത്യം പറഞ്ഞ ഒരു ക്ലൈമറ്റ് ഒരുമാതിരി അവസ്ഥ. നമുക്ക് പാലക്കാട്ടുകാർക്കായത് കൊണ്ടാണോ അറിയില്ല, എന്ന് വെച്ചാൽ ചൂട് കാലം നമ്മൾ ചൂടത്ത് അവിടെ ഇരുന്നത് കൊണ്ടാണോ അറിയില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ് സത്യം പറഞ്ഞല്ലോ. എന്താ വെച്ചാൽ നേരെ ചായ കുടിക്കാൻ പോലും, ചായ കുടിച്ചിട്ട് വന്നിട്ട് ഊട്ടിയിലില്ലേ ടീഷർട്ട് മാത്രം എടുത്തിട്ട് വന്നോ ഏക ഒരാൾ ഞാനില്ല സംഭവം എന്ന് പറയുക. ഞാൻ ഊട്ടി വിളിച്ച് ചോദിച്ചപ്പോൾ മഴയാണ് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചെന്ന് ജസ്റ്റ് ചൂടൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ച് വന്നാണ്. പക്ഷേ ഈ ടീഷർട്ട് മാത്രം ഇട്ട് വന്ന സാധനം ഇവൻ നോക്കി ഫുൾ ജാക്കറ്റ് ഫുൾ സെറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് സാൻബ്രോ. പിന്നെ കിലടല്ല ഇന്നലെ ഞങ്ങൾ ഇവിടെ മറ്റേ ഊണ് കഴിക്കാൻ പോയ സമയത്ത്, അല്ല എന്താണ് കഴിക്കാൻ പോയ സമയത്ത് പിന്നെ ഫുള്ള് കുഴപ്പമൊക്കെ പണ്ട് ഇരുന്നിട്ടാ. പിന്നെ ഞാൻ രാത്രി നോക്കുന്ന സമയത്താണ് ഞാൻ അവിടെ വെട്ടി കിടക്കുമ്പോൾ ഈ ചെക്കെന്താ ഇവിടെ ഈ കസേര കൂട്ടി മഞ്ഞ തിരുന്നത്. അത് എന്തുകൊണ്ട് അതൊരു ചത്ത് ചുണ്ണാവായി സത്യരിക്കല്ല. പിന്നെ എന്താ പറയുക, ഊട്ടിയിലുള്ള ആൾക്കാരെല്ലാവരും ഈ മറ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കത് തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് നമ്മൾ അങ്ങനത്തെ ഇല്ലാത്ത കാരണം നമുക്കൊന്നും പറ്റില്ല. അത്രയ്ക്ക് തണുപ്പാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ അവർക്ക് വലിക്കുന്നില്ല, നമുക്ക് പക്ഷേ തോന്നി നമ്മൾ ചൂടുവെള്ളം കുറെ കുടിച്ചു. പിന്നെ നേരെ ഒന്ന് കിടന്നു, റൂമിൽ കിടന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇപ്പോൾ നേരെ ചായ കുടിക്കാൻ പോലുള്ളൂ. എന്നിട്ട് ഇറങ്ങാം, അതേ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ വരാം. ഇല്ലല്ല, അപ്പോൾ നമ്മൾ അത് വെക്കിയിട്ട് ഇറങ്ങി. ഇനി നേരെ പോവുക. ഏകദേശം സമയം 9 മണി ആവാറായില്ലോ അല്ലേ, 9 മണി 9:30 അപ്പോൾ നേരെ ഇറങ്ങാനില്ല. ഇനിയിപ്പോൾ റൈഡ് ചെയ്യാൻ പോകുന്നത് സാനാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. പക്ഷേ എനിക്ക് വയ്യല്ലോ, അത് അടുത്തൊരു പരിപാടി. സോ നമ്മുടെ വണ്ടി അത് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കുറച്ചപ്പോഴും ചായ കുടിക്കാൻ പോയിട്ടൊന്നുമില്ല. അപ്പോൾ വണ്ടി കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്, സ്റ്റാർട്ട് ആവുന്നുണ്ട്. സോ ഇന്നെന്ന് വെച്ചാൽ നേരെ പോയില്ല, കുറച്ച് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞു, ചോക്ലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അവിടെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങും. സോ ഹില്ലായിട്ടില്ല. അങ്ങനെ നമ്മൾ ഹരിഭവൻ ഹോട്ടലെത്തി. ഊട്ടി നമ്മൾ ഹില്ലിറങ്ങിയില്ല, കാരണം ഹില്ലിറങ്ങി താഴെയായിട്ടൊരു ഹോട്ടലല്ല, അവിടെ എത്തി. നമ്മൾ ഹില്ലിറങ്ങുമ്പോൾ ഫുള്ള് തണുപ്പ് കാലൊക്കെ ഉണ്ട്, പക്ഷേ വെയിലൊക്കെ ഉണ്ട്. നമ്മൾ ഇറങ്ങി പർച്ചേസ് ചെയ്യാനായിട്ട് വിചാരിച്ചില്ല, പക്ഷേ വഴി നമുക്ക് ഓർമ്മയിലൊക്കെ അങ്ങനെ പോകുന്നു. അതാണ് സംഭവം. ചായ അവിടെ ഉണ്ട്. സോ നമ്മൾ ഓർഡർ ചെയ്യാൻ പോകണം ഹില്ലാടികൾ. അപ്പോൾ നമുക്ക് ദോശ വന്നു. ദോശയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് റോസ്റ്റ് പോലത്തെ സംഭവം തന്നു. എന്താണെന്ന് അറിയില്ല, ശരി എന്തായാലും കഴിക്കാം. ഇല്ലാടിയല്ല, അങ്ങനെ നമുക്ക് കോഫി വന്നു കേട്ടോ. ബില്ല് കിട്ടിയില്ലടല്ല, നോക്ക് ബില്ല് വന്നിട്ട് ദോശ കിലോടല്ല 95 രൂപ, 95.24 ഒരു ദോശയ്ക്ക്. അവർ കോഫിക്ക് 38 രൂപ. കോഫി കുഴപ്പമില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രീമിയം സെറ്റപ്പ് ആയതുകൊണ്ട്. ബട്ട് ദോശ കില്ലാടികൾ ഇത്ര പൈസ നല്ല കൊടുത്തോ, ഇത്ര പൈസ ഒന്നും വിചാരിച്ചില്ല. നമ്മുടെ ദോശക്ക് 10 പൈസ ആ റേഞ്ചാണ്. ബട്ട് ഇവിടെ 95 രൂപ വലുതല്ലേ. സോ 280. അപ്പോൾ നമ്മൾ കഴിച്ചിറങ്ങിയിട്ടാ. നമ്മളത് ഈ മലിനാണ് ഇവിടെ വന്നത്. അതെ, ആ മലിന് സാൻ കാണിക്കുക, കൈ കൊണ്ട് കാണിക്കും. അതെ അതെ, നമ്മളെന്താ വെച്ചാൽ വണ്ടി എടുക്കുകയാണ്. ഇനി നേരെ പാലക്കാട്. നമ്മളൊരു ദോശ കഴിച്ചു, ഒരു കോഫി കുടിച്ചു. അത്യാവശ്യം നല്ല ബില്ലായില്ലേ. ആ കുഴപ്പമൊന്നും തീർന്നിട്ട് 250. അതെ അതെ, ഇല്ലെങ്കിൽ പട്ടണം ഇവിടെ. പിന്നെ എന്താ വെച്ചാൽ ഊട്ടി പോകുന്ന ഒരു ഇതായിരുന്നു. ആ കുഴപ്പം തീർന്നു. ഇനി നേരെ പാലക്കാട് പോവാം. ഇനി നേരെ പാലക്കാട് എത്തിയിട്ട് വരട്ടില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഫൈനലി നമ്മൾ എത്തി, ലാൻഡായി. സാൻഡ് വീട്ടിൽ ലാൻഡാക്കിയിട്ടേ ചെക്കനെ കാണുമ്പോൾ പറ്റിയ പറക്കുന്ന കളിയില് ബസ് പോലെ കുഴപ്പമൊന്നുമില്ല. ലുക്കിലുള്ള കാര്യം പറ്റിയെന്ന് പറഞ്ഞില്ല. എന്നാലും അവൻ സങ്കടമുണ്ട് മനസ്സിലായി. എന്താ നിന്റെ അഭിപ്രായം? അപ്പൊ കേട്ടോ, ഞങ്ങൾ സാൻഡ് ഇവിടെ എത്തി. ഇപ്പൊ കഴിച്ചിട്ടില്ല. നേരെ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ പറയുന്നത് മറ്റേ ഏതൊരു ഹോട്ടലിൽ ഒരു ആര്യ പറഞ്ഞ ആര്യഭവൻ നിന്ന് കഴിച്ചു. നേരെ വണ്ടി എടുത്തിട്ടില്ല, എന്നിട്ട് വന്നു. ഇനിയിപ്പോ നേരെ കഴിക്കണില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ പോകുമ്പോൾ സത്യം പറഞ്ഞില്ലേ, പോകുമ്പോൾ നമ്മൾ പട്ടൂട്ടാ. അത് വെച്ച് കഴിഞ്ഞാൽ ഇത് മാപ്പ് നോക്കിയാണോ അറിയില്ല. അതാ ഫുള്ള് ഏതൊക്കെയോ. പിന്നെന്ത് വരുമ്പോ എത്തിയിട്ട് ഞങ്ങൾ മേട്ടുപാളയത്ത് 1.5 മണിക്കൂർ എത്തി. 2 മണിക്കൂർ കാണിച്ചു. പക്ഷെ ചെക്കൻ 1.5 മണിക്കൂർ എത്തിച്ചു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മറ്റേ ഹൈവേനെ പറയുന്ന ഫ്ലൈ ഓവർ കൂടെ വന്നു. ഞങ്ങള് പോകുമ്പോ ഏതൊക്കെയോ ചേരി കൂടെ പോയി. മേപ്പിട്ടു. ഞാൻ മേപ്പിട്ടു. അപ്പൊ അങ്ങനെയാണ് സംഭവം. സത്യം പറഞ്ഞാൽ ഊട്ടിയുടെ കഥ പറയുകയല്ല, ഒന്നുമില്ല. അന്ന് എനിക്ക് ചെറിയൊരു സങ്കടം പോലെ തോന്നി. അപ്പൊ ഊട്ടിക്ക് പോകാൻ പ്ലാൻ ചെയ്തു. പക്ഷെ പെട്ടെന്ന് സാൻഡ് പറഞ്ഞപ്പോൾ സാമ്പൂർ വന്നപ്പോൾ ഞാനും ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ വെച്ചാൽ അങ്ങനത്തെ കൂട്ടുകാരമായി നമുക്ക് വേണ്ടത്. എന്ത് അതൊന്നും അറിയില്ല. നമ്മളോട് വിളിച്ചാൽ ഒപ്പ് ഞാൻ വരുന്നത് മൈലിൽ വന്നു. അപ്പോ താങ്ക് യു. അവിടെ പോയപ്പോ നല്ല കുറെ സുഹൃത്തിലെ. അതെ 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 അതെ.
പോയപ്പോൾ കേട്ടോ സത്യം പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ പോകുമ്പോൾ തൊട്ട് നമുക്ക് ഈ 2 ട്രിപ്പും വെറുത്തായിരുന്നില്ല, 2 ദിവസം വെറുത്തായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പോയി അവിടുത്തെ തണുപ്പ് മാത്രം നമുക്ക് പറ്റാതിരുന്നുള്ളൂ. പക്ഷേ പോകുമ്പോൾ തൊട്ടുള്ള ഫുള്ള് വൈബാണ് കേട്ടോ. എന്താ വെച്ചാൽ വ്ളോഗ് കാര്യങ്ങൾ സാൻഡേലും നമ്മൾ ഷോർട്ട് വരണോട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, വ്ളോഗ് ഉണ്ടാകും വിചാരിക്കണം, എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ വൈബായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ പോകുമ്പോൾ കുറേ ആൾക്കാരെ കണ്ടു, പരിചയപ്പെട്ടു, നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെട്ടു. അതായത് നമ്മുടെ വീഡിയോസ് കാണുന്നവരും പിന്നെ കുറേ തമിഴ്മാരെ പരിചയപ്പെട്ടു. പിന്നെ അവിടെ പോയി മെയിൻ എടുത്ത് പറഞ്ഞത് വെച്ചാൽ നമുക്ക് അവിടെ റൂം സെറ്റ് ആക്കി തന്ന ഹർഷൻ ബ്രോ അല്ലേ, ജിത്തു ഹർഷൻ ബ്രോയുടെ പലശേനാണ് ഇറക്കിയില്ല. പക്ഷേ പുള്ളിക്കാരൻ റൂം സെറ്റാക്കി നമുക്ക് നല്ലൊരു റൂം തന്നെയായിരുന്നു. അത്യാവശ്യം അഫോർഡബിൾ പൈസ. പിന്നെ ഞങ്ങൾ അവിടെ കണ്ണൂരിൽ നിന്ന് പരിചയപ്പെട്ടു പോയതിനെ വിനോദ മലപ്പുറം അങ്ങനെ കുറേ പേര് പരിചയപ്പെട്ടു. മലയാളികളാണ് ഫുള്ള്. അത്യാവശ്യം മലയാളികൾ എന്നും മലയാളികൾക്ക് സ്നേഹമാണെന്ന് പറയുമല്ലോ. ആര് പറഞ്ഞു അതിന് നമ്മൾ ഞാൻ പറഞ്ഞില്ല മലപ്പുറം നമ്മൾ പോകുമ്പോൾ തൊട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളാണ്. അത്യാവശ്യം മലപ്പുറത്തെ ടീം എടുക്കില്ല നമ്മുടെ ഫാൻസിനാണ് സത്യം പറഞ്ഞാൽ ഡൈഹാർഡ് ഫാൻസിലാണ്. അവർ കണ്ടത് ഓട്ടി വന്നു. അത്യാവശ്യം നമുക്ക് ചായ കടിയൊക്കെ നമ്മുടെ പൈസ കൊടുത്തില്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് പക്ഷെ അത് കൊടുത്തു സ്നേഹം. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അവിടെ പോയി നമ്മൾ റൂമിന്റെ കാര്യം റൂം നല്ല അഫോർഡബിൾ പ്രൈസ് സെറ്റാക്കി നമ്മളെ വൈകിട്ട് എല്ലാവരും റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചു. അതൊക്കെ അവർ പേ ചെയ്തു. ഈ സ്നേഹം നമ്മൾ സത്യം പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇനിയും എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ലവ് ഗൈസ് സത്യം പറഞ്ഞാൽ ഈ സ്നേഹം ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിക്ക് ഞാൻ നേരെ സ്റ്റുഡിയോയ്ക്ക് പോകണം കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യുന്ന വ്ളോഗ് അത്യാവശ്യം ലെങ്ത് ഉണ്ടാകും വിചാരിക്കും, എനിക്ക് അറിയില്ല. ബട്ട് എന്താ വെച്ച് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഓക്കെ, എനിക്ക് താങ്ക് യു ഗൈസ്. നമ്മൾ യൂട്യൂബ് പോയാൽ നമ്മൾ ജസ്റ്റ് ട്രിപ്പ് എന്ന മെമ്മറീസിൽ ഞാൻ സാധനം ഇനി പോകും. ഞങ്ങൾ എന്തായാലും ഇനി അടുത്ത് വേറെ ഫുൾ സെറ്റായിട്ട് പോകുള്ളൂ. ഇപ്പം നമ്മൾ ഊട്ടിക്ക് ടീഷർട്ട് കൊണ്ട് പോയി സത്യം പറഞ്ഞാൽ തണുത്തുകൊണ്ട് പരിപ്പിളെങ്കിൽ നിങ്ങൾ പോകണേ ഫുൾ സെറ്റോടും പോകണ്ട. അപ്പോൾ അതേ പറഞ്ഞോളൂ. ഇനിവ എത്ര ഉള്ളവരുടെ ഇനിവ എത്രയും നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് മലപ്പുറം നമ്മുടെ പിന്നെ കണ്ണൂരിൽ നമ്മുടെ പലസ്ഥലം നമ്മുടെ എല്ലാ മച്ചന്മാർക്കും നമ്മൾ നന്ദി പറയണം. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സൗണ്ട് വരില്ല. നാളെ ഞാൻ എന്തായാലും ബ്ലോഗ് വേറെ എടുക്കുന്നു. എനിവേ താങ്ക് യു. ബൈ.